ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബിരിയാണിക്കായാലും നെയ്ച്ചോറിനായാലും പൊറോട്ടയ്ക്കായാലും കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ മസാലയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുവേണ്ടി ഒരു 3/4 കിലോ അളവിൽ ഇറച്ചി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ പീസാക്കിയിട്ടുണ്ട്. അതിലേക്ക് 4 സവാള എടുത്തിട്ടുണ്ട്, 2 പഴുത്ത തക്കാളി, ഒരു ചെറുനാരങ്ങ, ഒരു 10-12 വെള്ളുള്ളി, ഒരു 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതേപോലെ ചതച്ചെടുത്തു. ഇനി നമ്മൾക്ക് ആ ചിക്കൻ പൊരിക്കാനൊരു മസാല കൂട്ടണം. അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ച് ഒരു 3/4 സ്പൂൺ മൈദ ചേർത്തു, ഒരു 3/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തു, ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൽ ഒരു മിതമായ മസാല ചേർത്തിട്ടാണല്ലോ നമ്മൾ ബിരിയാണിക്കെല്ലാം കറി വയ്ക്കുമ്പോൾ പൊരിക്കുക. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്താൽ മതി. കറക്റ്റായിട്ട് ആ നാരങ്ങ നീര് മസ്റ്റായിട്ട് ചേർക്കുക, അപ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്യണം. മസാലയൊന്നും ഇളകിപ്പോകാതെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ ഞാനൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമ്മൾക്ക് ഒരു അരമണിക്കൂറോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 സ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഷാലോ ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതിനാണ് നമ്മൾ ആ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ വെക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്താൽ മതി. നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം, പൊറോട്ടൻ്റെ കൂടെയും ബിരിയാണിൻ്റെ കൂടെയും എന്തിനും കഴിക്കാൻ പറ്റും. ചിക്കനൊക്കെ നിരത്തി കൊടുത്തു അടിവശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾക്ക് പണി കഴിയുകയും ചെയ്യും. വീട്ടമ്മമാർക്കെല്ലാം നല്ല ഉപകാരപ്പെട്ടൊരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മുരിഞ്ഞ് ഇതേപോലെ വരുന്ന സമയത്ത് നമ്മൾക്കത് കോരി മാറ്റാം. ഇതേ കണ്ടീഷനിൽ ഞാനത് കോരി വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വീണ്ടും അതേപോലെ തന്നെ നമ്മൾക്ക് അതേ തവയിൽ പൊരിച്ചെടുക്കണം. ഒരല്പം കൂടി ഓയിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രം. ഇപ്പോൾ മസാലയൊന്നും ഇളകി പോയില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ അതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതും കൂടി വേറെ ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുത്തു. ഇനി അതേ ഫ്രൈ പാനിൽ ഒരല്പം മാത്രം ഓയിൽ, ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3-3.5 സ്പൂണ് ഓയിൽ മാത്രമാണ് ഈ മസാലയ്ക്ക് ചേർക്കുന്നത്. അതിലേക്ക് സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. അപ്പോൾ 4 സവോള എന്തായാലും എടുക്കുക, മീഡിയം സൈസ് 4 സവോള എടുക്കണം. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം മതിയാവും. സവോള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ആ ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊരിച്ച കോഴി ബിരിയാണി വെക്കുന്ന ഏകദേശം അതേ സ്റ്റൈലാണ്. എന്നാൽ ഞാൻ ഈ വെക്കുന്നത് നമ്മൾക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും, ചോറിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരു പാകത്തിന് വേണ്ടിയാണ് ഞാനിത് വെക്കുന്നത്. അതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുത്തു. അപ്പോൾ തക്കാളി ഇതേപോലെ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമ്മളതൊന്നൊരു 3 മിനിറ്റ് അടച്ച് വെക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം തക്കാളി അല്ലാതെ ഒന്ന് മെൽട്ടായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ പാകം ആവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണിലധികം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി 1/4 സ്പൂണിലധികം മുളക് പൊടി ചേർത്ത് കൊടുത്തു. അത്ര തന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുക ഈ മസാലയ്ക്ക്. പിന്നെ ഇതാ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മീറ്റ് മസാലയാണ്. ഒരു 1/2 സ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായി. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലൊരു രുചിയായി. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾ അതിലേക്ക് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ വെള്ളം പോരാകിണ്ട് 1 സ്പൂൺ കൂടി ഞാനിതാ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം. ഈ അയവാകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അടിപൊളി ചിക്കൻ മസാലയാണ് ഇത്. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ താഴെ ഇട്ടിട്ട് വേവിക്കുക.
അപ്പോൾ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് ചേർന്ന് പിടിച്ചോളും. 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല അടിപൊളി ചിക്കൻ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്നൊക്കെ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഇതേമാതിരി ചെയ്താൽ മതി. സെപ്പറേറ്റ് ആയിട്ട് മസാല ഉണ്ടാക്കാം. ഇനി അതിൻ്റെ മേലെ മല്ലിയില കൂടി കുറച്ചിട്ട് കൊടുത്തു, എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി. അപ്പോൾ ഞാനത് വേറെ ബൗളിലേക്ക് പാർന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലൊരു ചിക്കൻ മസാലയല്ലേ, എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. നെയ്ച്ചോറ്, പൊറോട്ട, ബിരിയാണി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമുക്ക് അതിൻ്റെ കൂടെ ബിരിയാണി റൈസ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഈ ചിക്കൻ മസാലയും കൂടി കഴിച്ചാൽ അടിപൊളിയായി. കൂടെ തന്നെ കുറച്ച് തൈര് സലാഡും ഉണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്